Hi children, let us start our chapter coordinate geometry. In this chapter, only two main topics we want to study. That is section formula and distance formula. ആ രണ്ട് ടോപ്പിക്സ് എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യുക എന്ന് പഠിക്കാം. ഫസ്റ്റ് ഡിസ്റ്റൻസ് ഫോർമുല. Distance formula. Here we know the quadrants. Here 2 points I marked, that is A and B. എ ബി എന്ന രണ്ട് പോയിൻറ്റ്സ്, അതിൽ എക്ക് x1 y1 എന്ന കോർഡിനേറ്റ്സും ബിക്ക് x2 y2 എന്ന കോർഡിനേറ്റ്സുമാണ്. വി വാണ്ട് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എ ബി എന്നതിൻ്റെ ഡിസ്റ്റൻസ് കാണണം. അതിനുവേണ്ടി ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തു. ബിയിൽ നിന്ന് പെർപെൻഡിക്കുലറും എയിൽ നിന്ന് പെർപെൻഡിക്കുലറും, ദാറ്റ് ഈസ് ദ പോയിൻറ്റ് ഈസ് സി. So we get an right angle C. ഇനി സിയുടെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? സിയുടെ കോർഡിനേറ്റ്സ് എ സി എന്ന ലൈൻ എക്സിന് പാരലലാണ്. എ സി എന്ന ലൈൻ എക്സ് ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് അതിൻ്റെ വൈ കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. അതായത് എ സി എന്ന പോയിൻറ്റ്സിൻ്റെ വൈ കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. അപ്പോൾ എ എന്ന് പറയുന്നത് x1 y1 സി എന്ന് പറയുന്നത് x2 y1 ആയിരിക്കും. x2 എങ്ങനെ കിട്ടി നോക്കാം. അപ്പോൾ എ x1 y1 ആയതുകൊണ്ട് y1 എന്ന വൈ കോർഡിനേറ്റ് ആയിരിക്കും സി എന്ന പോയിൻറ്റിന്. ഇനി ബിയിൽ നിന്നുള്ള പെർപെൻഡിക്കുലറിലെ പോയിൻ്റാണ് സി. ബി സി എന്ന ലൈൻ വൈ ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് ബി സി എന്നീ പോയിൻറ്റ്സുകളുടെ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. Since BC is a line segment which is parallel to y-axis and AC is a line segment which is parallel to x-axis, the line which is parallel to x-axis having the same y coordinate and the line which is parallel to y-axis having the same x coordinate. So we get the coordinates of C as x2 y1. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സിയുടെ കോർഡിനേറ്റ് x2 y1 ആണ്. ഇനി ഹൗ ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബി സി. ഈ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അതായത് സോ ലെറ്റ് us ലുക്ക് ഇൻ ടു ദ ഡോട്ടഡ് ലൈൻ. സോ ഫ്രം ദിസ് പോയിൻറ്റ് ടു ബി, സോ ലെറ്റ് ഇറ്റ് എക്സ്. ഫ്രം എക്സ് ടു ബി it is y2 and from x to c it is y1. So BC is y2 minus y1. എക്സിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് y2ഉം എക്സിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് y1 ആണ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്യണം? എക്സ് പി മൈനസ് എക്സ് സി ആയിരിക്കും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി. സോ ദ ഡിസ്റ്റൻസ് ഈസ് y2 minus y1. The same way we can draw a line from A to y axis. So let it be y. Then YC, the distance from y to c is x2 and from y to a is x1. Then what is the distance between AC? That is x2 minus x1. yയിൽ നിന്ന് സിയിലേക്കുള്ള പോയിൻറ്റിൻ്റെ സി എന്ന പോയിൻറ്റിലേക്കുള്ള ലെങ്ത്ത് x2ഉം വൈയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് x1ഉം ആയാൽ എ സി എന്ന ലൈൻ സെഗ്മെൻറ്റ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? x2 മൈനസ് x1 ആയിരിക്കും. അപ്പോൾ എ സിയുടെ ലെങ്ത്ത് കിട്ടി, ബി സിയുടെ ലെങ്ത്ത് കിട്ടി. ഇനി എ ബിയുടെ ലെങ്ത്ത് കാണാൻ എന്ത് ചെയ്യണം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. സോ ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ സി 90. So BC square plus AC square is equal to AB square. AB is the hypotenuse. We got BC as y2 minus y1 whole square and AC as x2 minus x1 whole square. So it is AB square. So AB is root of y2 minus y1 whole square plus x2 minus x1 whole square. That is the distance between 2 points is root of x2 minus x1 whole square plus y2 minus y1 whole square. Then look into next topic, that is section formula. Section means a line segment which is divided by a point into two section. Two parts ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ പി ക്യു എന്ന ലൈൻ സെഗ്മെൻറ്റിനെ ആർ എന്ന പോയിൻ്റ് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ആ പാർട്ടിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് m1 m2 ആണ്. ദാറ്റ് ഈസ് പി ആർ ഈസ് m1, ആർ ക്യു ഈസ് m2. That is PR by ratio is m1 is to m2.
we want to find the coordinate of x and y. That means coordinates of r. Then how we can find the coordinates? For that, draw, as in the previous case, draw a perpendicular from P and from Q. ആ രണ്ട് പോയിൻറ്റ്സും ഇവിടെ ഒരു പോയിന്റിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ലെറ്റ് ഇറ്റ് ബി O. Then we want to join R to this point, that is R to PO and from R to QO. ആറിൽ നിന്ന് QOയിലേക്കും ആറിൽ നിന്ന് POയിലേക്കും ഒരു പെർപെൻഡിക്കുലർ മാർക്ക് ചെയ്തു. Then we get two right triangles RQX RPY. രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടും, RPXും RQXും RPYയും. ഇനി ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഒരു സൈഡിൻ്റെ റേഷ്യോ, ദാറ്റ് ഈസ് PR/RQ എന്ന് പറയുന്നത് M1/M2 ആണ്. നമുക്ക് സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഏത് നോക്കണം? ദാറ്റ് ഈസ് സിമിലാരിറ്റി, വെദർ ദേ ആർ സിമിലർ. സോ വി ടേക്ക് angle X and this angle Y, let it be angle Y. These are 90 degree. Then we want to consider the triangle POX. POX എന്നുള്ള ട്രയാങ്കിൾ എടുത്താൽ ആംഗിൾ O 90 ഡിഗ്രി ആണ്. Let us take angle Q, that is X degree. Then what is angle P here? 90 minus X. അതായത് POQ എന്ന റൈറ്റ് ട്രയാങ്കിളിലെ ആംഗിൾ O 90 ഡിഗ്രിയാണ്. ആംഗിൾ Q X ഡിഗ്രി ആയാൽ ആംഗിൾ P 90 മൈനസ് X ആയിരിക്കും. ദെൻ ഇൻ ദിസ് ട്രയാങ്കിൾ PYRൽ ആംഗിൾ Y 90 ആണ്. അപ്പോൾ ഈ PRY എന്തായിരിക്കും? X ഡിഗ്രി ആയിരിക്കും. അതുപോലെ QRXൽ ആംഗിൾ QX ഡിഗ്രി. അപ്പോൾ ആംഗിൾ QRX എന്തായിരിക്കും? 90 മൈനസ് X ആയിരിക്കും, സിൻസ് ആംഗിൾ X ഈസ് 90 ഡിഗ്രി. സോ വി ക്യാൻ കമ്പയർ ദി ആംഗിൾസ്. ദാറ്റ് മീൻസ് ആംഗിൾ PYR സിമിലർ ടു ട്രയാങ്കിൾ RXQ. PYR, that is PYR similar to triangle RXQ. Then we can take the similarity, that is PY/RX equal to YR/XQ is equal to PR/RQ. ആ PR/RQ റേഷ്യോ നമുക്കറിയാം M1/M2 ആണ്. ഇനി ഇവിടെയുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ എടുക്കാം. ഈ P എന്ന് പറയുന്ന പോയിൻ്റ്, R എന്ന് പറയുന്ന പോയിൻ്റ്, Q എന്ന് പറയുന്ന പോയിൻ്റ്, PYയുടെ ഡിസ്റ്റൻസ് എന്താണ്? ഇവിടെ R എന്ന് പറയുന്ന പോയിൻ്റ്, R എന്ന് പോയിൻ്റ് XY ആണ് അല്ലേ? അപ്പോൾ വൈയുടെ കോർഡിനേറ്റ് നമുക്കറിയാം എന്താണ്? ഇതിൻ്റെ X കോർഡിനേറ്റ് സെയിം ആയിരിക്കും, അതായത് Y X കോർഡിനേറ്റ് സെയിം ആയിരിക്കും, വൈയുടെ X കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഈ PY എന്ന് പറയുന്നതിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും? X1 മൈനസ് X. അതുപോലെ RXൻ്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇവിടെ X എന്ന് പറയുന്നതിൻ്റെ Y കോർഡിനേറ്റ് Y1 ആണ്, അതുപോലെ X കോർഡിനേറ്റ് X2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ RXൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് X2 മൈനസ് X. ഇനി ഈ ഡിസ്റ്റൻസ് നമ്മൾ കമ്പയർ ചെയ്യാം. സോ we can write x minus x1 by x2 minus x is equal to y minus y1 by y2 minus y, that is m1 by m2. Then first we want to take the x coordinates. So m1 by m2 equal to x minus x1 by x2 minus x. Cross multiplying, we will get m1 into x2 minus x is equal to m2 into x minus x1.
After simplifying, we can take the term containing x. So it is minus m1x and m2x. So m1x2 plus m2x1 is equal to m2x plus m1x. ഇതിൽ നിന്ന് x ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ x ഔട്ട്സൈഡ് വരുമ്പോൾ എന്ത് വരും? ഇവിടെ m1 പ്ലസ് m2 ഇൻറ്റു എക്സ്. അപ്പോൾ m1x2 plus m2x1 by m1 plus m2 equal to x. The same way, we can find the coordinates of r, that means y. Y coordinates in the value. ഇങ്ങനെ കാണും m1 by m2 equal to y minus y1 by y2 minus y. Then again we can cross multiply it. m1 into y2 minus y equal to m2 into y minus y1. After simplifying, and as in the previous case, how you take the values of x. The same way we can combine the terms containing y. Then it will be m1 y2 plus m2 y1 is equal to m2 y plus m1 y. ഇതിൽ നിന്ന് y coordinate outside എടുക്കാം, that is y into m1 plus m2. So y is equal to m1 y2 plus m2 y1 by m1 plus m2. So this is the way we find out the values of x and values